Good morning, students. Today we are discussing the role of NABARD in promoting rural credit along with the RBI and cooperative banks. The real turning point in the bank's role in the movement came only after the bank's All India Rural Credit Survey Committee submitted its monumental reports in 1954. 1954 ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി റിപ്പോർട്ടാണ് ഈ നബാർഡിൻ്റെ ഇത്തരത്തിലുള്ള ഒരു ലീഡ് റോളിൽ നബാർഡ് ഈ റൂറൽ ഡെവലപ്മെൻറ്റ് റൂറൽ ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ലീഡ് റോളിലേക്ക് എത്തിച്ചേരാനുള്ള അത്തരത്തിലുള്ള ഒരു മൂവ്മെൻറ്റിനുള്ള ഒരു ടേണിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി 1954 സബ്മിറ്റ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടാണ്. That is, the survey committee had found that while the cooperative societies and the government provided only 3% each of the loans raised by the cultivator, and the private credit agencies, the moneylenders and the traders, lent more than 70% of the cultivator borrowed. So the moneylenders charged very high rates of interest and did not concern himself with the purpose of the loan. ഓക്കെ, അപ്പോൾ ഈ ഒരു 1954 റിപ്പോർട്ട് പ്രകാരം ഒരു ഫാർമേഴ്സ് അല്ലെങ്കിൽ കൾട്ടിവേറ്റേഴ്സ് ആവശ്യപ്പെടുന്ന ലോൺസിൻ്റെ 3% മാത്രമേ ഗവൺമെൻറ്റിനും മറ്റുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസിനും പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളൂ. എന്നാൽ മണി ലെൻഡേഴ്സും അതുപോലെയുള്ള ട്രേഡേഴ്സും ഒക്കെ മോർ ദാൻ 70% ഓഫ് ദി ബോറോയിങ് അല്ലെങ്കിൽ കൾട്ടിവേറ്റേഴ്സ് ബോറോ ചെയ്യുന്നതിൻ്റെ 70% കൂടുതലും മണി ലെൻഡേഴ്സാണ് പ്രൊവൈഡ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ അവരിൽ നിന്നാണ് നമ്മുടെ കൾട്ടിവേറ്റേഴ്സ് അല്ലെങ്കിൽ ഫാർമേഴ്സ് റേസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ മാത്രമല്ല ഇത്തരത്തിലുള്ള മണി ലെൻഡേഴ്സിന് ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം കൂടി അവിടെ ഉണ്ടായിരുന്നു. ആൻഡ് ദ സർവേ കമ്മിറ്റി സമ്ഡ് അപ്പ് ദി പൊസിഷൻ ഓഫ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ്. ദസ് ഇറ്റ് ഫെൽറ്റ് ഷോർട്ട് ഓഫ് ദി റൈറ്റ് ക്വാണ്ടിറ്റി, വാസ് നോട്ട് ഓഫ് ദി റൈറ്റ് ടൈപ്പ്, ഡിഡ് നോട്ട് സെർവ് ദി റൈറ്റ് പർപ്പസ് ആൻഡ് ഓഫൺ ഫെയിൽ ടു ഗോ ടു ദി റൈറ്റ് പീപ്പിൾ. സോ it also said that cooperation had failed, but cooperation must succeed. അപ്പോൾ ഒരു കോപ്പറേറ്റീവ് മൂവ്മെൻ്റ് ഒക്കെ അതിന് മുമ്പ് തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിലും കോപ്പറേറ്റീവ് ബാങ്ക്സ് ഈ അഗ്രികൾച്ചർ ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യത്തിൽ ഇറ്റ് ഈസ് നോട്ട് പ്രൊവൈഡിങ് റൈറ്റ് ക്വാണ്ടിറ്റി അസിസ്റ്റൻസ് അല്ലെങ്കിൽ റൈറ്റ് ടൈപ്പിലുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ റൈറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് റൈറ്റ് പീപ്പിളിന് ഇത്തരത്തിലുള്ള അസിസ്റ്റൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിൽ കോപ്പറേറ്റീവ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ദേ ഹാഡ് ഫെയിൽഡ് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷെ അവർ വേറൊരു സജഷൻ കൂടെ അതിൽ പറയുന്നുണ്ട്, ബട്ട് കോപ്പറേഷൻ മസ്റ്റ് സക്സീഡ്. നിലവിൽ കോപ്പറേഷൻ ഫെയിൽഡ് ആണെങ്കിൽ കൂടി കോപ്പറേഷൻ മസ്റ്റ് സക്സീഡ് എന്ന് ഒരു വാചകം കൂടി അതിൽ എഴുതി ചേർക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു കോട്ടാണ് ഓർക്കേണ്ടത്. കോപ്പറേഷൻ ഹാഡ് ഫെയിൽഡ് ബട്ട് കോപ്പറേഷൻ മസ്റ്റ് സക്സീഡ്. അപ്പം അങ്ങനെ കോപ്പറേഷൻ സക്സീഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു സക്സസ്സിന് വേണ്ടിയിട്ട് ഫോർ ദി സക്സസ് ദ സർവേ കമ്മിറ്റി റെക്കമെൻഡഡ് ആൻ ഇൻ്റഗ്രേറ്റഡ് സ്കീം ഓഫ് റൂറൽ ക്രെഡിറ്റ്. ഓക്കെ, ഇതിന് വേണ്ടിയിട്ട് 1954 സർവേ കമ്മിറ്റി ഒരു ഇൻ്റഗ്രേറ്റഡ് സ്കീം ഓഫ് റെക്കമെൻഡ് ചെയ്തു, സ്കീം ഓഫ് റൂറൽ ക്രെഡിറ്റ്. ആൻഡ് ഓഫ് വിച്ച് ദി മെയിൻ ഫീച്ചേഴ്സ് വർ, അതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഒന്നാമത്തെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഇൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ത്രൂ കോൺട്രിബ്യൂഷൻ ടു ദെയർ ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ സ്റ്റേറ്റിൻ്റെ പാർട്ട്ണർഷിപ്പ്, ഒരു കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കുള്ള സ്റ്റേറ്റിൻ്റെ പാർട്ട്ണർഷിപ്പ് എങ്ങനെയായിരിക്കണം, ഷെയർ ക്യാപിറ്റലിൽ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടായിരിക്കണം എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ റെക്കമെൻഡേഷൻ. അതുപോലെ തന്നെ ഫുൾ കോർഡിനേഷൻ ബിറ്റ്വീൻ ക്രെഡിറ്റ് ആൻഡ് അതർ എക്കണോമിക് ആക്ടിവിറ്റീസ്, എസ്പെഷ്യലി മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ്. ഓക്കെ, ഇപ്പോൾ ഇത്തരത്തിലുള്ള കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തുന്ന എല്ലാ ക്രെഡിറ്റ് ആക്ടിവിറ്റീസും അതുപോലെ തന്നെ എക്കണോമിക് ആക്ടിവിറ്റീസും എസ്പെഷ്യലി മാർക്കറ്റിംഗ്, പ്രോസസ്സിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും കോർഡിനേറ്റ് ചെയ്തേ പറ്റൂ എന്നുള്ള ഒരു റെക്കമെൻഡേഷൻ. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ ത്രൂ അഡിക്വേറ്റ്ലി ട്രെയിൻഡ് ആൻഡ് എഫിഷ്യൻറ്റ് പേഴ്സണൽ റെസ്പോൺസീവ് ടു ദി നീഡ്സ് ഓഫ് ദി റൂറൽ പോപ്പുലേഷൻ. അപ്പോൾ ഈ ഒരു റൂറൽ പോപ്പുലേഷൻ്റെ നീഡ്സിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുടെ നീഡ്സിനെ മീറ്റ് ചെയ്യാൻ അത്തരത്തിലുള്ള ട്രെയിനിങ് ആയിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള പേഴ്സണൽസിനെ ഇത്തരത്തിലുള്ള
കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ അഡ്മിനിസ്റ്റർ ചെയ്യണം എന്നുള്ളതായിരുന്നു മറ്റൊരു റെക്കമെൻഡേഷൻ. അപ്പോൾ ഈ ഒരു സ്കീമിനെ പറയുന്ന പേരാണ് ഈ സർവേ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഇൻറ്റിഗ്രേറ്റഡ് സ്കീം ഓഫ് റൂറൽ ക്രെഡിറ്റ്. So, the RBI was assigned a crucial role in the scheme of integrated credit and in the building up of the cooperative credit organization. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് RBI എന്ത് ചെയ്തു? The consequent steps taken by the RBI in pursuance of the recommendations of the survey committee and later committees like the Committee on Cooperative Credit. 1954 സർവേ കമ്മിറ്റിക്ക് ശേഷം കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് എന്ന് പറയുന്ന ഒരു കമ്മിറ്റി ഫോം ചെയ്തു. 1960 transformed the bank's role from that of a conventional central banker to that of an active agency that takes all necessary measures for enabling the cooperative system to provide a growing larger share of rural credit. അപ്പം 1960 ഈ ഒരു കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിൽ RBIയുടെ റോൾ എന്ന് പറയുന്നത് ഒരു സെൻട്രൽ ബാങ്കർ എന്നുള്ളതിലുപരിയായിട്ട് കോപ്പറേറ്റീവ് സിസ്റ്റത്തിനെ എനേബിൾ ചെയ്യുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു റൂറൽ ക്രെഡിറ്റിന് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബാങ്കായിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് എടുക്കാനായിട്ട് RBI തീരുമാനിച്ചു. ആൻഡ് ദി അഡോപ്ഷൻ ഓഫ് സ്പെഷ്യൽ പ്രോഗ്രാംസ് ഫോർ ഇൻക്രീസിങ് agricultural production and the spread of green revolution based largely on intensive use of fertilizers, water, better seeds and machine have enhanced RBI's responsibilities further. And the RBI had also started offering greater financial assistance to cooperatives for credit facilities to small farmers and other weaker sections and for minimizing disparities in the flow of credit to various regions. അപ്പം അഗ്രികൾച്ചർ പ്രൊഡക്ഷനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ സ്പെഷ്യൽ പ്രോഗ്രാംസൊക്കെ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, പ്രത്യേകിച്ച് അന്ന് ഗ്രീൻ റെവല്യൂഷനൊക്കെ നടക്കുന്ന സമയമാണ്. അപ്പം ഫെർട്ടിലൈസേഴ്സ്, അതുപോലെ തന്നെ മെഷീൻ പവർ, ബെറ്റർ സീഡ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ RBIയുടെ റെസ്പോൺസിബിലിറ്റീസിൽ വന്നു. അപ്പോൾ കർഷകർക്ക് ആവശ്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ RBI എന്ത് ചെയ്തു? ഗ്രേറ്റർ ഫിനാൻഷ്യൽ സർവീസസ് കോപ്പറേറ്റീവ് സെക്ടേഴ്സിന്, സ്മോൾ ഫാർമേഴ്സിനും വീക്കർ സെക്ഷൻസിനും ഒക്കെ ഇത്തരത്തിലുള്ള ക്രെഡിറ്റ്സ് പ്രൊവൈഡ് ചെയ്യാൻ കൂടുതലായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ RBI നമുക്കറിയാം ഓൾറെഡി ഒരു സെൻട്രൽ ബാങ്കാണ്. അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ് അതിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇൻ 1982 ജൂലൈയിലാണ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ഫോം ചെയ്യുന്നത്. ഈ ബാങ്ക് ഫോം ചെയ്ത് എന്തിനാന്ന് വെച്ചാൽ RBI's ഫംഗ്ഷൻ റിലേറ്റിംഗ് ടു കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഹാവ് ബീൻ ടേക്കൺ ഓവർ ബൈ ദി NABARD. അപ്പോൾ ഈ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റുമായിട്ട്, ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവരുടെ ഒരു ഡെവലപ്മെൻറ്റ്, അതിൻ്റെ ഒരു ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ RBIയിൽ നിന്നും ആര് ടേക്ക് ഓവർ ചെയ്തു? NABARD ടേക്ക് ഓവർ ചെയ്തു ഫ്രം 1982 onwards. Okay. So, now the RBI's role is primarily restricted to the provision of finance to the NABARD through its contribution to national rural credit funds. ഓക്കെ, അപ്പോൾ ഇപ്പോൾ RBIയുടെ ഒരു റോളെന്ന് പറയുന്നത് NABARD ഈ അഗ്രികൾച്ചർ ബാങ്കുകളുടെ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പം NABARD ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുക എന്നുള്ളതാണ് നിലവിൽ RBIയുടെ റോളെന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എന്തെങ്കിലും അഡീഷണൽ ലോൺസ്, അഡ്വാൻസസ് ഒക്കെ വേണമെങ്കിൽ ഇതെല്ലാം തന്നെ ആരാണ് ഓഫർ ചെയ്യുന്നത്? RBI ആണ് ഓഫർ ചെയ്യുന്നത്. NABARDസിനും അതുപോലെ തന്നെ ഡയറക്റ്റ്ലി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സിനൊക്കെ RBI ഇത്തരത്തിലുള്ള അഗ്രികൾച്ചറൽ അസിസ്റ്റൻസിന് വേണ്ടിയിട്ടുള്ള ലോൺസും അഡ്വാൻസസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദി NABARD മെഷേഴ്സ് ആർ ബേസിക്കലി എ കണ്ടിന്യൂഷൻ ഓഫ് ദി RBI മെഷേഴ്സ്. അപ്പം NABARD എന്ന് പറയുന്നത് 82 ഫോം ചെയ്തപ്പം RBIയുടെ ഫങ്ഷൻസ് ടേക്ക് ഓവർ ചെയ്തുകൊണ്ടാണ് NABARD എന്ത് ചെയ്തിട്ടുള്ളത്? ഫോം ചെയ്തിട്ടുള്ളത്, അല്ലേ? കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൽ RBIയുടെ ഫങ്ഷൻസ് എന്തൊക്കെയായിരുന്നോ അത് ടേക്ക് ഓവർ ചെയ്തിട്ടാണ് NABARD ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ NABARDിൻ്റെ RBIയുടെ കണ്ടിന്യൂഷൻ ആയതുകൊണ്ട് NABARDിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് പ്രൊവിഷൻ ഓഫ് ഫിനാൻസ് ടു അഗ്രികൾച്ചർ സെക്ടർ ആൻഡ് ബിൽഡിംഗ് അപ്പ് ഓഫ് ദി കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ. ഇത് രണ്ടുമാണ് ബേസിക്കലി അല്ലെങ്കിൽ പ്രധാനമായിട്ടും രണ്ട് ഫങ്ഷനായിട്ട് പറയുന്നത്. ഓക്കെ, എന്തൊക്കെയാണ്? പ്രൊവിഷൻ ഓഫ് ഫിനാൻസും ബിൽഡിംഗ് അപ്പ് ഓഫ് എ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ. അപ്പോൾ
ഓൾറെഡി കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൽ അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൽ RBIക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു റോൾ ഉണ്ടായിരുന്നു. സർവേ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ RBI എന്ത് ചെയ്തു, കുറച്ചുകൂടി എന്ത് ചെയ്യണം, ഈ കോപ്പറേറ്റീവ് സ്ട്രക്ചറിൽ അല്ലെങ്കിൽ ആ ഒരു സെക്ടർ ഒന്നുകൂടി ഡെവലപ്പ് ചെയ്യണം എന്നൊരു റെക്കമെൻഡേഷൻ്റെ അടിസ്ഥാനത്തിലാണ് 82-ൽ നബാർഡ് ഫോം ചെയ്യുന്നത്. അങ്ങനെ ആ 82-ൽ നബാർഡ് ഫോം ചെയ്തതോടുകൂടി കോപ്പറേറ്റീവ് മൂവ്മെൻറ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള RBIയുടെ ഫങ്ഷൻസ് എല്ലാം തന്നെ നബാർഡ് ഏറ്റെടുത്തു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് RBI എന്ത് ചെയ്യുന്നത്, ഈ 2 ഫങ്ഷൻസ് കൈകാര്യം ചെയ്യുന്നത്, പ്രൊവിഷൻ ഓഫ് ഫിനാൻസ് ആൻഡ് ബിൽഡിംഗ് അപ്പ് ഓഫ് ദി കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ. ഈ 2 ഫങ്ഷൻസും നമുക്കിനി അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം.